ഏവർക്കും മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മാനവം സാംസ്കാരികോത്സവം ജനുവരി 24 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മട്ടന്നൂർ നഗരസഭാ കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാനവം സാംസ്കാരികോത്സവം 24 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരികോത്സവമായ മാനവം 3.0 ഫെബ്രുവരി 24 ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലും മട്ടന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളെ ഏറ്റവും കൂടുതലായി ആകർഷിച്ച ഒരു പരിപാടിയായി മാനവം മാറി എന്നുള്ളത് കൊണ്ട് നഗരസഭ ഇത്തവണയും വിപുലമായ ഒരുക്കങ്ങളാണ് ഈ പരിപാടിക്കായി ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി മാസം 24-ാം തീയതി അങ്കണവാടി കുട്ടികളുടെ കലോത്സവം ആരംഭിക്കുന്ന ദിവസമാണ് മാനവത്തിൻ്റെ തിരിതെളിയുന്നത്. മട്ടന്നൂരിലെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചേർന്നുകൊണ്ട് മാനവത്തിൻ്റെ തിരിതെളിയിക്കും. തുടർന്ന് കൊഞ്ചൽ കലോത്സവം ആരംഭിക്കും. 24 രാവിലെ 9 മണിക്ക് അങ്കണവാടി കലോത്സവം കൊഞ്ചൽ മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. 25 രാവിലെ 9 മണി മുതൽ വനിതാ സാഹിത്യോത്സവം മട്ടന്നൂർ IBയിൽ നടക്കും. 26 രാവിലെ 9 മണി മുതൽ ഭിന്നശേഷി കലോത്സവം, ബാലസഭാ കലോത്സവം എന്നിവ മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. 3 മണിക്ക് അരങ്ങ് കുടുംബശ്രീ കലോത്സവം സൈറു ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. 28 KK ശൈലജ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് മട്ടന്നൂർ ടൗണിൽ നിർമ്മിച്ച സാമ്രാജ്യത്വ വിരുദ്ധ സ്മാരക ഓപ്പൺ സ്റ്റേജ്, ക്ലോക്ക് ടവർ എന്നിവയുടെ ഉദ്ഘാടനം വൈകുന്നേരം 5-ന് നടക്കും. തുടർന്ന് മെഗാ മ്യൂസിക് ഫ്യൂഷൻ ഉണ്ടാകും. 31 രാവിലെ 9:30 മുതൽ വയോജനോത്സവം മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. ഫെബ്രുവരി 1-ന് മാനവം ഗ്രൗണ്ടിൽ സാംസ്കാരിക സദസ്സും പ്രതിഭാ സംഗമവും നടക്കും. തുടർന്ന് ഇശൽ നൈറ്റ്. 2-ന് സമാപന സമ്മേളനം മാനവം ഗ്രൗണ്ടിൽ ഉണ്ടാകും. രാത്രി മ്യൂസിക്കൽ മെഗാ ഷോ. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ O പ്രീത, നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P ശ്രീനാഥ്, K മജീദ്, P അനിത, P പ്രസീന, കൗൺസിലർമാരായ M രഞ്ജിത്ത്, സിജിൽ പരിയാരം, C അജിത് കുമാർ, A മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. സത്യം പറഞ്ഞ ടോപ്പ് എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.